അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സിഹ്ർ ചെയ്ത് വെച്ചിരിക്കുന്ന വസ്തു കയ്യിൽ കിട്ടിയാൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് പലരും ചോദിക്കാറുണ്ട്. എല്ലാവർക്കും ഉപകാരപ്രദമായ അറിവായത് കൊണ്ട് ഞാൻ ഇത് ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, സിഹ്ർ ചെയ്ത വസ്തു നമ്മുടെ കയ്യിൽ കിട്ടിയാൽ ഒരിക്കലും അത് തുറന്നു നോക്കുവാനോ അതിനെ പരിശോധിക്കുവാനോ നിൽക്കരുത്. ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു പാത്രം വെള്ളം എടുക്കുക. ആ വെള്ളത്തിൽ അല്പം മഞ്ഞൾ ഇടുക, ചുണ്ണാമ്പും ആ വെള്ളത്തിലിടുക, നല്ലോണം മിക്സ് ചെയ്യുക. അപ്പോൾ അത് കുരുതി വെള്ളമായി മാറി. ആ വെള്ളത്തിലേക്ക് 3 തവണ ആയത്തുൽ കുർസി മന്ത്രിച്ച് ഊതുക. 11 തവണ അഊദു ബി കലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ് ഈ വെള്ളത്തിൽ മന്ത്രിച്ച് ഊതുക. ശേഷം കിട്ടിയ വസ്തു അതിൽ ഇടുക. ഒന്നിക്കലോ അതിനെ കൊണ്ടുപോയി വെള്ളത്തിൽ ഒഴിവാക്കുക. അല്ലെങ്കിൽ കുഴി കുത്തി ആ കുഴിയിൽ ഇത് ഒഴിച്ചു കളയുക. അല്ലെങ്കിൽ കത്തിച്ച് നശിപ്പിക്കുക. ഒരിക്കലും നിങ്ങൾ അത് തുറന്നു നോക്കുവാനോ പരിശോധിക്കുവാനോ ഒന്നിനും നിൽക്കരുത്. കാരണം ചിലപ്പോൾ അത് കാരണമായി തുറന്നു നോക്കുമ്പോൾ നിങ്ങൾക്ക് സിഹറിൻ്റെ ദോഷങ്ങൾ എത്തിയേക്കാം. അല്ലെങ്കിൽ പൈശാചിക ബാധ ശരീരത്തിൽ കയറിയേക്കാം. അതുകൊണ്ട് സൂക്ഷിക്കണം. എൻ്റെ അരികിൽ അന്നൊരു സ്ത്രീയെ കൊണ്ടുവന്നു, ഏകദേശം 1-2 കൊല്ലം മുമ്പ്. വല്ലാത്ത നിലക്ക് ശൈത്വാൻ ശരീരത്തിൽ കയറി ഇടങ്ങേറാക്കുന്ന പെണ്ണായിരുന്നു. അവൾ ഇളകിയിട്ട് പറഞ്ഞു, ഞാൻ ഇവളുടെ ശരീരത്തിൽ കയറിയത് എന്നെ ബന്ധു ചെയ്തിരിക്കുന്ന കുപ്പി തുറന്നതാണ് ഇവള്, അതുകൊണ്ടാണ് ഞാൻ പുറത്തേക്ക് വന്നത്, ഇവളിൽ കയറിയത് എന്ന്. അന്വേഷിച്ചു നോക്കുമ്പോൾ ശരി തന്നെയാണ്. രാവിലെ അടിക്കുന്ന സമയത്ത് ഒരു കുപ്പി കിട്ടി. ആ പെണ്ണ് അതൊന്ന് തുറന്നു നോക്കിയതേ ഉള്ളൂ. അതിൽ നിന്ന് അത് ഏതോ ഒരു പെണ്ണിൻ്റെ ശരീരത്തിൽ നിന്ന് ഒഴിവാക്കിയ ശൈത്വാൻ ഈ കുപ്പിയിലാണ് അവർ ബന്ദ് ചെയ്തിരുന്നത്. ആ കുപ്പിയാണ് ഈ പെണ്ണിൻ്റെ കയ്യിൽ എത്തിയത്. അത് തുറന്നു നോക്കുമ്പോൾ ഈ പെണ്ണിൻ്റെ ശരീരത്തിൽ കയറി. അത് കാരണമായി വർഷങ്ങളോളം അവർ പ്രയാസപ്പെട്ടു. അതുകൊണ്ട് നല്ലോണം സൂക്ഷിക്കണം. ഒരിക്കലും തുറന്നു നോക്കുവാനോ പരിശോധിക്കുവാനോ എന്താണതിൽ ചെയ്തത് എന്ന് അന്വേഷിക്കുവാനോ ഒന്നിനും നിൽക്കരുത്. നിങ്ങൾ പറ്റുമെങ്കിൽ കുരുതി വെള്ളം കലക്കുക, ഞാൻ ഈ പറഞ്ഞ കർമ്മങ്ങൾ ചെയ്യുക, അത് കുഴിച്ച് മൂടുക, വെള്ളത്തിൽ ഒലിപ്പിക്കുക, തീയിലിട്ട് കത്തിക്കുക. ഈ 3 കാര്യത്തിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ചെയ്യുക. അള്ളാഹു അങ്ങനെയുള്ള ഷർറുകളിൽ നിന്ന് നമ്മെ കാക്കുമാറാകട്ടെ. അങ്ങനെ നമ്മൾ അറിയാതെ കയ്യിൽ തൊട്ടുപോയാൽ ആയത്തുൽ കുർസി വെള്ളത്തിൽ മന്ത്രിച്ച് കയ്യിൻ്റെ തോള് മുതൽ വിരലിൻ്റെ അറ്റം വരെ മന്ത്രിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. എല്ലാ ബാധയും ഷർറുകളും നീങ്ങിയിട്ട് പോകും. അതുപോലെ തന്നെ സിഹ്ർ ചെയ്ത വസ്തുക്കൾ കിട്ടിയാൽ ഒരിക്കലും വീടിൻ്റെ അകത്ത് കൊണ്ടുപോകരുത്. പരിശോധിക്കാൻ വേണ്ടി വീടിൻ്റെ അകത്ത് കൊണ്ടുപോവുകയോ, നമ്മൾ അത് കിട്ടിയാൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് വെച്ച് അതിനുള്ള കാര്യങ്ങളും കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് അതിനെ കുഴിച്ച് മൂടുകയാണ് വേണ്ടത്. മറ്റുള്ള ഒന്നിനും നമ്മൾ നിൽക്കരുത്. അള്ളാഹു നല്ലത് പഠിക്കുവാൻ തൗഫീക്ക് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.